വെൽക്കം ബാക്ക് ടു എൻ ചാനൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് 10th ലെവൽ ഒരു പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പോർഷൻസ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. അപ്പൊ നമുക്ക് ഇന്ന് 10th ലെവൽ പ്രിലിംസിലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ മനസ്സിലാക്കി പോവാം. ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കേരള സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാര്? കേരള സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ് സ്വാതി പുരസ്കാരം നേടിയത്. 2020 കാര്യമാണ്, ജസ്റ്റ് നിങ്ങൾ ഓർത്തു വെക്കുക. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമെന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് എന്താണ്? അപ്പൊ സച്ചി എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തിന്റെ പൂർണ്ണമായ പേര് KR സച്ചിദാനന്ദ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ സച്ചി എന്ന തിരക്കഥാകൃത്തിന്റെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് എന്തായിരുന്നു? KR സച്ചിദാനന്ദൻ. അപ്പൊ സച്ചി എന്ന സംവിധായകന്റെ പൂർണ്ണമായ പേരെന്താണ്? KR സച്ചിദാനന്ദൻ. അടുത്ത ചോദ്യം, കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായി നിയമിതനായത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പൊ കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ നിയമിതനായത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇത് അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ആണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അറിയപ്പെടുന്ന ഏതാണ്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അടുത്ത ചോദ്യം, തിരുവനന്തപുരം അത് വേണ്ട. അടുത്ത ആറാമത്തെ ചോദ്യം, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനെ തിരഞ്ഞെടുക്കപ്പെട്ടത് അജൽ മിശ്രയാണ്. അജൽ മിശ്ര, ആ പേര് നിങ്ങൾ നോട്ട് ചെയ്തു. അപ്പൊ 2020 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച സംവിധായകൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അജൽ മിശ്ര. അപ്പൊ 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച സംവിധായകൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അജൽ മിശ്ര. ഇതൊക്കെ അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. അപ്പൊ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ജനുവരി 12 ദേശീയ യുവജന ദിനാഘോഷം എന്ന് നമുക്കറിയാം. ഇനി അതിന്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? അപ്പൊ ദേശീയ യുവജന ദിനാഘോഷത്തെ ഭാഗമായിട്ട് 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ലക്നൌവിൽ വെച്ചാണ്. അപ്പൊ ദേശീയ യുവജന ദിനം എന്ന് പറയുന്നത് ജനുവരി 12 ആണെന്ന് ഓർത്തുവയ്ക്കുക. അത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. അടുത്ത 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം. 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം ലേ ആണെന്ന് ഓർത്തുവയ്ക്കുക. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ? നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്ത 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടി ഇന്ത്യൻ സാഹിത്യകാരി. അപ്പൊ 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ഇന്ത്യൻ സാഹിത്യകാരി കൃതിക് പാണ്ഡെയാണ്. ഇനി ചുവടെ, അപ്പൊ ഇത്രയും കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇത് നമുക്ക് ലേറ്റസ്റ്റ് ഉള്ള കറണ്ട് അഫെയർസ് ആണ് കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. ചുവടെ ചേർത്തിട്ട് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ ചേർത്തിട്ട് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. നമ്മൾ മുന്നേ പല ക്ലാസ്സുകൾ പഠിച്ചിട്ടാണ് വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വലിപ്പത്തിൽ 7 ആണ്. വലിപ്പത്തിൽ 7ാം സ്ഥാനം ഇന്ത്യക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണെന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറഞ്ഞാൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ആണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. അടുത്തത്, ഹിൽ സ്റ്റേഷനിലെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. അടുത്തത്, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? നർമ്മദ നദിയാണ് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഏതാണ്? ലേ ആണ്. അത് ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിലാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ നമുക്ക് 2 ഉത്തരങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഏതാണ്? ലേ ആണ്. ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സിന്ധു നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
അടുത്ത മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അപ്പൊ മൺസൂൺ എന്ന വാക്ക് അറബി ഭാഷയിലാണ് എടുത്തിട്ടുള്ളത്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളത്? അറബി ഭാഷ. കാൽ ബൈശാഖി എന്നാൽ എന്താണ്? കാൽ ബൈശാഖി എന്നത് കാറ്റാണ്. അടുത്തത് അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം എന്ന മൃഗത്തിന് പ്രസിദ്ധമാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം എവിടെ കാണപ്പെടുന്നു? അസമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം. അടുത്ത യൂറോപ്പിലും ഇന്ത്യയിലേക്കുമുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോ ഡ ഗാമ ആണ്. അപ്പൊ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമ. ഇനി അടുത്ത ചോദ്യം, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ്? ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ്? 1858. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ആണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858 ആണെന്ന് ഓർത്തു വയ്ക്കുക. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹാസ്റ്റിങ്സ്. അപ്പൊ വാറൻ ഹാസ്റ്റിങ്സ് എന്ന ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. അടുത്ത, ഇന്ത്യയുടെ മത സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം. ഇന്ത്യയുടെ മത സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം ആരുമായി ബന്ധപ്പെട്ടതാണ്? രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മസമാജം. അപ്പൊ ഇന്ത്യയുടെ മത സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. അപ്പൊ 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരുമായി ഒപ്പുവെച്ചത്? ചൈനയിലെ പ്രധാനമന്ത്രിയുമായാണ് ഒപ്പുവെച്ചത്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമ്മള് 10th ലെവൽ പ്രിലിംസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ആ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ 10th ലെവൽ പ്രിലിംസിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തല്ലോ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ആൻസേഴ്സും മനസ്സിലാക്കി വെക്കുക. ഇനി റിമൈനിങ് പോർഷൻസ് അടുത്ത വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് മാത്സിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു മാത്സ് ക്ലാസ് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Till then, bye from me. Thank you.